30 വർഷമായി കാർഷിക മേഖലയിൽ സജീവമാണ് മട്ടന്നൂർ തില്ലങ്കേരി സ്വദേശി ഷിംജിത്ത്. സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളല്ല ഷിംജിത്ത് കൃഷി ചെയ്യുന്നത് എന്നതാണ് പ്രത്യേകത. തില്ലങ്കേരി കാനരാടിൽ 15 ഏക്കറിലായി വിവിധ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള 300 ഇനം മഞ്ഞളുകളിൽ 130 എണ്ണം ഷിംജിത്തിന്റെ ഫാമിലുണ്ട്. കൂടാതെ തായ്ലാന്റ് തക്കാളി, വിവിധ ഇനം വെണ്ട, ആയുർവേദ ചെടികൾ, പഴങ്ങൾ തുടങ്ങിയവയുമുണ്ട്. വിപണി കണ്ടെത്തിയാൽ നല്ല സാധ്യത ഇത്തരം കൃഷിക്കുണ്ടെന്നും പുതുതലമുറയ്ക്ക് സാധ്യതകൾ ഏറെയാണെന്നും ഷിംജിത്ത് പറഞ്ഞു. ഇത് മാർക്കറ്റും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കൃഷി. മാർക്കറ്റിംഗ് ആണ് എല്ലാവരുടെയും പ്രശ്നം. നമ്മളെ കൃഷിയിൽ ഞാൻ പറഞ്ഞില്ല, കുറേ ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഉണ്ട്, എല്ലാം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റാതെ ഒരു ഇതേ ഇല്ലോ. നമ്മൾ തലമുറ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ വലിയ മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ സാധ്യതയിലൊരു ഇതുകൂടിയാണ് കൃഷി. അന്നെല്ലാം ചെറിയ പൈസകളെ ഉണ്ടായിരുന്നു, ഇന്നെല്ലാം മോശമില്ലാതെ വിലകളും കിട്ടുന്നുണ്ട്. ഷിംജിത്തിന്റെ മറ്റൊരു ഐറ്റമുണ്ട്, അതാണ് മെയിൻ. ഇതാണ് അഗ്നിപത്രി എന്ന് പറയും. ഇത് എന്ന് പറഞ്ഞാൽ വിളക്ക് തിരിക്കുവാരം കത്തിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പച്ചയിലയാണ് ആ കത്തുന്നത്. ഈ കത്തുന്നത് അതിൻ്റെ പച്ചയിലയാണ്. അതുപോലെ ഇത് പാണ്ഡവത്തിരി എന്ന് പറയും ഈ സാധനം. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ തളിരിലകൾ ഇതുപോലെ കത്തിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതുപോലെ ഇത് തളിരില. പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പാണ്ഡവർ വെളിച്ചത്തിന് പകരം കത്തിച്ച ഒരു സാധനം എന്നാണ് പറയുന്നത്. അതിന് ഉപയോഗിച്ചൊരു സാധനമാണ് ഈ പാണ്ഡവത്തിരി എന്ന് പറയുന്ന ഈ ചെടി. ഇത് കെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളക്കത്തിരി നമ്മളെ തുണിയെല്ലാം കത്തി മണക്കുന്ന അതേ മണമായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബോട്ടണി, ആയുർവേദ വിദ്യാർത്ഥികൾ ഗവേഷണത്തിനായി ഷിംജിത്തിന്റെ ഫാമിൽ എത്താറുണ്ട്. പ്രൈം 21 കണ്ണൂർ.